എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നല്ലതുപോലെ കേട്ടോ. സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും തിരിഞ്ഞു നോക്കാത്ത എല്ലാ പെണ്ണുങ്ങളും കേട്ടോ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരത്തില്ലടി ഒരിക്കലും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉമ്മാനെ ചീത്ത വിളിച്ചവനെ, ഉമ്മാനെ തല്ലാൻ കൈപൊക്കിയവനെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവനെ നീ എഴുതി വെച്ചോ, നീ എഴുതി വെച്ചോ. ഉറങ്ങുന്നവൻ നല്ലതുപോലെ കേട്ടോ, അല്ലാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ ഉപ്പാനെയോ നിന്റെ ഉമ്മാനെയോ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവരെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, മോനെ നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്നോടത് തിരിച്ചു ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നീ എവിടെ കൊണ്ട് പഠിപ്പിച്ചാലും നിന്റെ ഉമ്മാനെ തല്ലാൻ നിന്റെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, നീ എത്ര സ്നേഹിക്കുന്ന മകനാണെങ്കിലും ഒരിക്കൽ നിന്റെ നേരെ കൈപൊക്കിയിരിക്കും. എഴുതി വെച്ചോ. നിന്റെ ഉപ്പയെയും നിന്റെ ഉമ്മയെയും നീ പട്ടിണിക്കിട്ടിട്ടുണ്ടോ? സത്യമായിട്ടും നിന്റെ മാതാപിതാക്കളെ പട്ടിണിക്കിട്ട നിന്നെ നിന്റെ മക്കൾ വിടുവടാ. തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം, അതിൻ്റെ വേദന നീ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കും. ഇന്ന് ഭർത്താവിനെ കിട്ടിയപ്പോ വീടിന്റെ അകത്ത് കിടന്ന് നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മാനെ നീ തിരിഞ്ഞു നോക്കുന്നില്ല. വളർത്തിക്കോ നിന്റെ മോളെയും. നാളെ നിന്റെ ഗതിയും ഇതാ, നാളെ നിന്റെ ഗതിയും ഇതാ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ ഇത് നിന്നോട് തിരിച്ചു ചെയ്യും. അപ്പം നിനക്കറിയാം നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചതിന്റെ വേദന നീയും അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉമ്മമാരോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുത്തു തരണേ അള്ളാഹുവേ, നീ പൊരുത്തപ്പെട്ട് തരണേ പടച്ചോനെ. ഞങ്ങളുടെ ഉമ്മാടെയും വാപ്പാടെയും പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ ഉമ്മ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഭാര്യയോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉപ്പ എന്നെ ചെറുപ്പത്തിൽ എന്തിനോ തല്ലാൻ വന്നു. എനിക്ക് 5 വയസ്സുള്ളപ്പോ എൻ്റെ ഉപ്പ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചതിൻ്റെ സമയത്ത് എന്നെ തല്ലാൻ വന്നപ്പോ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഞാനന്ന് കൊച്ചുകുട്ടിയ, എൻ്റെ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മോൻ സിനാൻ, അള്ളാഹു അവനെ സാലിഹായ സന്താനങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അവൻ 5 വയസ്സായി. ഒരിക്കൽ നേഴ്സറിയിൽ നിന്നവൻ എൻ്റെ വീട്ടിൽ വന്നു. നേഴ്സറിയിൽ പഠിക്കുന്ന മകൻ എൻ്റെ വീട്ടിൽ വന്നു. എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ തല്ലാൻ വടിയെടുത്തിട്ട് ഒരു തല്ലു കൊടുത്തു. ഞാൻ അവനെ റൂമിലിട്ട് എന്തോ ഒരു കാര്യത്തിന് തല്ലിയപ്പോൾ ഞാൻ പണ്ട് 5-ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പാനെ വിളിച്ചെന്ന് ഉമ്മ പറഞ്ഞ അതേ വാക്ക് അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാ. ഞാൻ എൻ്റെ ഉപ്പാനെ വിളിച്ച അതേ വാക്ക് അവൻ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ അവനെ തല്ലിയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പണ്ട് വാപ്പാനെ വിളിച്ചതല്ലേ അവനും വിളിച്ചതെന്ന്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ, വെറുതെ പറഞ്ഞതല്ല. നീ നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും എന്ത് ചെയ്തിട്ടുണ്ടോ, നാളെ കാത്തിരുന്നോ, നിന്റെ മക്കൾ നിന്നോടത് തിരിച്ചു ചെയ്യും. അള്ളാഹുവേ, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് നീ വരുത്തല്ലേ പടച്ചവനെ. അള്ളാഹു, അങ്ങനെ ഒരു ഗതി നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അള്ളാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം, അള്ളാഹുവെ തൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാ. അള്ളാഹു നമുക്കും സ്നേഹിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, വാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ നിന്റെ ശബ്ദമുയർന്നാൽ, നിന്റെ മാതാപിതാക്കളുടെ മുന്നിലെങ്ങാനും നിന്റെ ശബ്ദമുയർന്നാൽ കഴിഞ്ഞടാ സഹോദരാ, നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി, സർവ്വതും നഷ്ടപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ആരെങ്കിലും 3 പാപങ്ങൾ ചെയ്താൽ അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷയുള്ളത്, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുകയാണ്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞാണ് മരണസമയത്ത് ശിക്ഷ, ഖബറിന്റെ അകത്ത് ശിക്ഷ, പരലോകത്ത് ശിക്ഷ, നരകത്തിലെ ശിക്ഷ. മോനെ, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുന്ന പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്.
അവൻ അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഉമ്മാനോട് കയർക്കുന്നവരുണ്ട്, വാപ്പാനോട് കയർത്ത് സംസാരിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ തല്ലുന്നവരുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാ, ആ ചെറിയ കുട്ടികളുണ്ടല്ലോ, പടച്ചവനെ ഉമ്മാനോട് കയർത്തു സംസാരിക്കുന്ന മക്കളുണ്ടല്ലോ, എടാ ചെറുപ്പക്കാരാ, ഉമ്മാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്, ഉമ്മയുടെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്. ഉമ്മ ഒരു സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത്, വാപ്പ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാ പോകരുത്. അത് എവിടേക്കാണെങ്കിലും പോകണ്ട. ഉസ്താദേ പോയാൽ എന്തു ചെയ്യും? ഉമ്മ പറഞ്ഞു കളിക്കാൻ പോകണ്ട, ഫുട്ബോൾ കളി കാണാൻ പോകണ്ട, കറങ്ങാൻ പോകണ്ട, ടൂറിന് പോകണ്ട. ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത്. അപ്പോ നീ ചോദിക്കും, ഉസ്താദേ പോയാൽ എന്ത് സംഭവിക്കും? മോനെ, നിനക്കൊക്കെ ഞാനൊരു ചരിത്രം പറയാ. ഈ സദസ്സിലിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം.